ഗുരുവായൂർ വ്ളോഗ് പാർട്ട് 2യിലേക്ക് സ്വാഗതം. അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഗുരുവായൂർ. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ആദ്യം തന്നെ ദോശ കാണിച്ചിട്ട്, അതായത് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡല്ലേ ദോശയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഓൺ ദ വേ അക്ഷയയിൽ കയറിയത്. ഗുരുവായൂർ ദോശ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. പഴയിടത്ത് പോലും ദോശയില്ല എന്നാണ് പറഞ്ഞത്, ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണേ. അപ്പോൾ ആദ്യം പോയത് പാറമേക്കാവിലേക്കാണ്. ഇന്നത്തെ പ്ലാൻ പ്രകാരം പാറമേക്കാവ്, വടക്കുന്നാഥൻ, തിരുവമ്പാടി ഇത്ര മാത്രമേ തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാറമേക്കാവ് കഴിഞ്ഞു, നല്ല ദർശനമായിരുന്നു. പിന്നെ പോയത് വടക്കുന്നാഥനിലേക്കാണ്. വടക്കുന്നാഥൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. അവിടെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്, ഒരു പ്രത്യേക ഫീലും. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വടക്കുന്നാഥൻ വരുന്നത്. പണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നാലും എനിക്കിപ്പോഴും എങ്ങനെയാണ് ഓർഡറിൽ തൊഴുക എന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമേ കാണുന്നത്, അതായത് ഏതൊക്കെയാണോ ആദ്യം എൻ്റെ കണ്ണിൽ പെടുന്നത് അവിടെയൊക്കെ അങ്ങനെ തൊഴുതു പോകാറാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വായിച്ച ഓർഡറിൽ ചെയ്യാറില്ല, അതുകൊണ്ട് തെറ്റുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അകത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം കല്ലിൽ നടന്നുള്ള ശീലമൊക്കെ പോയി. അപ്പോൾ കാലൊക്കെ ഭയങ്കര സോഫ്റ്റായിപ്പോയി. അതുകൊണ്ട് അധികം നമ്മൾ കല്ലിലൊന്നും നടന്ന ശീലമില്ലാത്തതുകൊണ്ട് അപ്പോൾ അകത്ത് നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചും പതുക്കെയൊക്കെ നടക്കണം. കാലൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് ഫുള്ള് ചുറ്റി നടന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് 1 അവർ ഏകദേശം എടുത്തു കിട്ടാം. പിന്നെ ഫസ്റ്റായിട്ട് നടക്കുന്നവർ റെഗുലറായിട്ട് നടക്കുന്നവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം പുറത്ത് ഈ കാണുന്നത് മൂലസ്ഥാനമാണ്. അവിടെ നിന്നൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായിട്ട് ഒരു പ്രത്യേക ഒരു ഫീല്, അതായത് വർഷങ്ങൾക്ക് ശേഷം വരുന്നതുകൊണ്ടാണ്. അധികം അവിടെയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയായാലും നല്ല ഒരു ദർശനമായിരുന്നു. അപ്പോൾ ഇത് ഓർഡറിലാണോ നിങ്ങൾ ദർശിക്കുന്നത്, അതോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മാത്രമല്ല, പണ്ടത്തേൽ വെച്ച് ഇപ്പോൾ എന്തൊക്കെയോ ചെറിയ ചേഞ്ചസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ എല്ലാവരുടെയും മാക്സിമം തൊഴുതു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ സന്തോഷമായി, നല്ലൊരു വൈബ്, നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ പോയത് തിരുവമ്പാടിയിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം കൂടിയ ഒരു കാര്യം എന്താണെന്നറിയോ, അത് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം, കണ്ടോളൂ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഗുരുവായൂർ രാത്രിയിൽ ശീവേലി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ശീവേലിയും ചുറ്റുവിളക്കും ഒക്കെ അതെല്ലാം കണ്ടങ്ങനെ നിൽക്കുമ്പോൾ അത് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ സ്വാഭാവികമായിട്ടും തോന്നും. കാരണം നമ്മൾ കാണുന്ന ഏതൊരു നല്ല കാഴ്ചയും നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുമല്ലോ. അതേ ഒരു തോന്നലാണ് എനിക്കും ഉണ്ടായത്. ആനകൾ അങ്ങനെ നിരന്ന് നിന്ന് ആ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കൂടാതെ ചുറ്റുവിളക്ക് ഇങ്ങനെ കത്തിച്ച് നിൽക്കുന്നു. അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ചുറ്റുവിളക്കുകളുടെ ഇടയിലൂടെ ഈ ആനകൾ ഇങ്ങനെ ഒഴുകി വരുന്നത്, നെറ്റിപ്പട്ടമൊക്കെ തിളക്കത്തിൽ, ഇതെല്ലാം കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാം. വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വയം കണ്ട് ആസ്വദിക്കാനല്ലേ പറ്റൂ. ഇതൊന്നും നമുക്ക് പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കാണിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇതൊക്കെ എപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിലേക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് പോസിബിൾ ആണോ എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചതായിരുന്നു. തിരുവമ്പാടിയിൽ വന്നപ്പോൾ ലക്കിലി ഇന്നിവിടെ പ്രതിഷ്ഠാ ദിനം മാത്രമല്ല, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഒരു കുഴപ്പമില്ല, എല്ലാവരും എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും നിരന്ന് നിൽക്കുന്ന ആനകളും ആ കുടകളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഇത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ പഞ്ചാരിമേളവും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് കാണുമ്പോൾ നല്ല അലങ്കാരമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു, നല്ലൊരു വൈബാണ്. ഇത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ സമയം പോകണത് അറിയേയില്ല. അപ്പോൾ അങ്ങനെ അവിടെ ചുറ്റും നിന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നത്. കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അകത്തേക്ക് ഇപ്പോൾ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സൈഡിൽ കൂടിയൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ നോക്കി ഏതെങ്കിലും വഴി അകത്ത് പോകാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ല, ഇവിടെ പ്രസാദം കൊടുക്കുമായിരുന്നു. ജസ്റ്റ് പ്രസാദം മാത്രം വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് പുറത്തേക്ക് വന്നു. അന്നദാനം ഉണ്ട്, അതുകൊണ്ട് കുറേ പേര് അന്നദാനം കഴിക്കാൻ വേണ്ടി പോണതൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഞങ്ങളൊരു പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തി. അത് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്, സർപ്രൈസ് ആയിട്ട്. ആ സ്ഥലം ഏതാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകുന്നത്, ഭയങ്കര ചൂട് കിട്ടും, ഒരു രക്ഷയില്ല. എന്തൊരു ചൂടാണ്, തല ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന പോലെ തോന്നുന്നത്. എന്തെങ്കിലും തണുത്ത് കുടിക്കാനായിട്ട് ഭയങ്കര ഒരു ക്രേവിങ് മാതിരി. എന്തായാലും തിരുവമ്പാടിയിൽ പോയിട്ട് നന്നായിട്ട് പഞ്ചാരിമേളയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ നേരെ കണ്ടതാണ് ഈ നറുനീണ്ടി എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റാള്. 30 രൂപയുടെ ഒരു ഡ്രിങ്കാണ്, നല്ല ചില്ലായിട്ട്. പക്ഷേ ഇതിൽ നന്നായിരിക്കും മിൽക്ക് മിക്സാണ്, വെള്ളമല്ല. ഞാൻ വെള്ളമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. മിൽക്ക് ആയതുകൊണ്ട് അധികം കുടിക്കാനൊന്നും പറ്റില്ല, വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. ഈ കാണുന്നതാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ. എല്ലാ കൊല്ലം ഉണ്ടാവുന്നതല്ല, നല്ല അടിപൊളി എക്സിബിഷൻ ആയിരിക്കും. ഇവരിവിടെ സ്റ്റാൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് തുടങ്ങിയിട്ടില്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ എക്സിബിഷന് പോകാറുണ്ട്, ഇവിടെ അച്ഛനും അമ്മേനെ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നതാണ് പറയണത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. പണ്ടത്തെ വിധത്തിലുള്ള കത്തിയും പിന്നെ മൺകുടങ്ങളും ഒന്നും പറയണ്ട. പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും എന്നാണ് ഞാൻ കണ്ടിട്ടുമുണ്ട്, വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും കിട്ടുന്നുള്ളത് എനിക്ക് അതിശയം തന്നെയാണ്. എന്തായാലും ഇനി പോകുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ്, അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ
സന്ധിക്കും വരയ്ക്കും വണക്കം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.